ഈ ക്ലാസ് റൂമിനകത്തിരുന്നും അല്ലെങ്കിൽ ഓഫീസ് റൂമിനകത്തിരുന്നും ഇങ്ങനെ ഡാറ്റാബേസ് ഉണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് 50,000 1,00,000 രൂപ കൊടുത്തെങ്കിൽ ആര് വേണമെങ്കിലും ഇതുപോലത്തെ ഡാറ്റാബേസ് ഒക്കെ ഉണ്ടാക്കി തരും. അൻവർ പറയുന്നത് എൻ്റെ ഒരു കണക്കില്ലായ്മയുണ്ട്. പലപ്പോഴും അൻവർ പറഞ്ഞിരിക്കുന്ന പല സംഭവങ്ങളുടെയും റിയാലിറ്റി വേറെയായിരുന്നു നമ്മളറിയാം. ഇപ്പം അദ്ദേഹം CPM-നെതിരെ ആയിരുന്നല്ലോ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ഈ നിലമ്പൂർ സ്വതന്ത്ര MLA ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ആദ്യം പാർട്ടിക്കെതിരെ നീങ്ങുന്നു, പിന്നീട് സർക്കാരിനെതിരെ നീങ്ങുന്നു, പിന്നെ മുഖ്യമന്ത്രിക്കെതിരെ നീങ്ങുന്നു, പിന്നെ മുഖ്യമന്ത്രി ഓഫീസിനെതിരെ നീങ്ങുന്നു, പിന്നെ പിണറായിസവും മരുമോനിസത്തിനെതിരെയാണ് എൻ്റെ പോരാട്ടം എന്ന് പ്രഖ്യാപിക്കുന്നു. ഒരു കോൺഗ്രസ്സുകാരനെ വിളിച്ചു ചോദിച്ചു, കോൺഗ്രസ്സുകാരൻ എന്താ പറയുക? കോൺഗ്രസ് അധികാരത്തിൽ വരത്തുള്ളൂ. LDF-കാരൻ എന്താ പറയുക? LDF അധികാരത്തിൽ വരത്തുള്ളൂ. BJP-കാരൻ എന്താണ് പറയുക? BJP അധികാരത്തിൽ വരുള്ളൂ. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില അഭിപ്രായങ്ങൾ പറയുന്ന ചില പാർട്ടിക്കാരും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് UDF നേതാക്കളെ നിങ്ങൾ ജാഗ്രതയോടുകൂടി വേണം ഈ അൻവറിനെ കാണാൻ. അൻവർ ജയിച്ചു കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ബാധ്യതയാവും എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണിത്. രാജേട്ടാ നമസ്കാരം. നമസ്കാരം. രാജേട്ടാ, PV അൻവർക്കയുടെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അൻവർക്കയുടെ ഒരു പ്രീപോൾ സർവേ പുറത്തു വന്നിട്ടുണ്ട്. അമ്പുക. അപ്പോൾ അതിന് പ്രകാരം 89 സീറ്റ് അല്ലെങ്കിൽ 86 സീറ്റ് നേടി UDF അധികാരത്തിൽ വരും. ധർമ്മടത്ത് പിണറായി വിജയൻ പരാജയപ്പെട്ടാൽ പോലും നടുങ്ങേണ്ടതില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഈ സർവേ ചെയ്തു കൊടുത്ത ആളുടെ ഒറിജിനൽ ഡാറ്റാബേസ് നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ ടോട്ടൽ പോൾ ചെയ്യപ്പെട്ടിട്ടുള്ള വോട്ട് 1,65,100 വോട്ടാണ്. അതിൽ UDF-ന് 61,500 വോട്ട്, LDF-ന് 79,400 വോട്ട്, NDA-ക്ക് 24,200 വോട്ട്. അപ്പോൾ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് 17,900 വോട്ടുകൾക്ക് വിജയിക്കും എന്നുള്ളതാണ് ആ സർവേയുടെ ഡാറ്റ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇനിയിപ്പോൾ LDF UDF എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു നോട്ടക്കുറവിൽ സംഭവിച്ചു പോയിരിക്കാം. കാരണം ഈ ക്ലാസ് റൂമിനകത്തിരുന്നും അല്ലെങ്കിൽ ഓഫീസ് റൂമിനകത്തിരുന്നും ഇങ്ങനെ ഡാറ്റാബേസ് ഉണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് 50,000 1,00,000 രൂപ കൊടുത്തെങ്കിൽ ആര് വേണമെങ്കിലും ഇതുപോലത്തെ ഡാറ്റാബേസ് ഒക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ എന്താണ് പറയാനുള്ളത് അൻവർക്കയുടെ ഈ ഒരു പ്രസ്താവനയെക്കുറിച്ച്? കാരണം മലമ്പുഴയിൽ സുരേഷ് വരെ വിജയിക്കും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, എല്ലാറ്റിനും അമ്പുക്കക്ക് വേറൊരു സ്റ്റൈലുണ്ട്. അമ്പുക്ക അത്തരത്തിലുള്ള ചില സാധനങ്ങളുമായിട്ട് എല്ലാ കാലത്തും പുറത്തു വരാറുണ്ട്. അമ്പുക്ക സ്റ്റൈൽ. അമ്പുക്ക പണ്ട് ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഈ കേരളത്തിൽ എങ്ങനെയാണ് മഴ പെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഗവേഷണം നടത്തിയ ആളാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാറ്റിനും പുള്ളിയതായ ഒരു സ്റ്റൈലുണ്ട്. പുള്ളിയുടെ ഒരു കണക്കുകൾ അവതരിപ്പിക്കും. പിന്നെ മീൻവണ്ടിയിൽ 150 കോടി രൂപ സതീശൻ കടത്തിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ ആളാണ്. അങ്ങനെ പല തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അഭ്യാസമാണ് ഈ പുതിയ സർവേ റിപ്പോർട്ട് എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്. ബേപ്പൂരിൽ ചിലപ്പോൾ അദ്ദേഹം ജയിക്കുമായിരിക്കും. അത് നമ്മൾ ഇപ്പം വിജയ സാധ്യതകളെയൊന്നും ഞങ്ങൾ തള്ളിക്കളയാൻ തയ്യാറല്ല. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കുന്നത് പോലെ, DMK ഉണ്ടാക്കുന്നത് പോലെ, അല്ലെങ്കിൽ പുള്ളി പിന്നീട് തൃണമൂൽ കോൺഗ്രസിൽ പോയി ലയിച്ചതുപോലെ, ചേർന്നതുപോലെ, അല്ലെങ്കിൽ പിന്നീട് തൃണമൂൽ കോൺഗ്രസ് വിട്ടതുപോലെ തന്നെയുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പരിപാടി മാത്രം, ഒരു കലാപരിപാടി മാത്രമായിട്ടാണ് ഞാൻ ഇതിനെ വീക്ഷിക്കുന്നത്. അല്ലാതെ അമ്പുക്കൊക്കെ അങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ ഒരു സർവേ നടത്താനുള്ള സംവിധാനമൊന്നുമില്ല. ആരോ ഉണ്ടാക്കിയ സർവേ ചുരണ്ടി മാറ്റിയതാവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നുള്ളതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരാളുടെ സർവേ ആണിത് എന്നാണ് ഏറെക്കുറെ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം നടത്തിയ സർവേ നമ്മളെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിലുണ്ട്, സിവിയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ കണക്ക് നമ്മൾ പറയുമ്പോൾ സമയത്ത് തീർച്ചയായും അദ്ദേഹം അവിടെ 16,000 സംതിങ് വോട്ടിന് 17,600 അതെ വോട്ടിന് തോൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ട് ആ റിപ്പോർട്ട് മൊത്തം ചുരണ്ടിയപ്പോൾ UDF ആണോ LDF ആണോ എന്ന് തെറ്റിദ്ധരിച്ചതാണോ എനിക്ക് സംശയമുണ്ട്. പക്ഷേ പുള്ളി പറയുന്ന പല സ്ഥലങ്ങളിലും വിജയസാധ്യതയുള്ള പല സ്ഥലങ്ങളും പുള്ളിൻ്റെ ലിസ്റ്റിലില്ല. UDF-ന് വിജയസാധ്യതയുള്ള ചില മണ്ഡലങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും പുള്ളിൻ്റെ ലിസ്റ്റിലില്ല. പുള്ളിൻ്റെതായ ഒരു ശൈലിയിൽ ഉണ്ടാക്കിയ ഒരു സർവേ ചിലപ്പോൾ അത് അങ്ങനെ തന്നെ ചുരണ്ടി മാറ്റുകയാണെന്ന് അറിയേണ്ടെന്ന് കരുതിയിട്ടായിരിക്കും ചില സ്ഥലങ്ങളിൽ വിജയവും ചില സ്ഥലം പരാജയമൊക്കെ. ഒറ്റപ്പാലത്ത് PK ശശി, മലമ്പുഴയിൽ S സുരേഷ്, അത് ജ്യോതികുമാർ ചാമക്കാല, അങ്ങനെയുള്ള ആളുകൾ വിജയിച്ചാൽ മാത്രമേ, ഇപ്പൊ ഈ പറയുന്ന CPM-നെതിരായിരിക്കുന്ന ആളുകളൊക്കെ വിജയിച്ചാൽ മാത്രമേ പുള്ളിന്റെ കണക്കിലേക്ക് എത്തുള്ളൂ. മാത്രമല്ല പുള്ളിക്ക് പുതിയ പാർട്ടി ഉണ്ടാക്കേണ്ടതാണ്. അപ്പൊ ഇവരൊക്കെ ജയിച്ചു കയറിയാൽ മാത്രമേ പുള്ളിക്ക് പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യമുണ്ട്, ഞാൻ എല്ലാ ചർച്ചയിലും പറയുന്നൊരു സംഭവമുണ്ട്, അമ്പുക്കൊക്കെ സ്റ്റൈലുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ വിജയിച്ച് കയറാനുള്ള ചില വിജയമന്ത്രങ്ങൾ അറിയുന്ന ആളുകൂടിയാണ് ഈ അമ്പുക്ക എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ചില മുന്നേറ്റങ്ങളൊക്കെ നടത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം ജയിക്കുമെന്ന് അദ്ദേഹത്തിന് പറയാം, കാരണം അദ്ദേഹമാണല്ലോ അവിടെ പ്രവർത്തിച്ചത്. പക്ഷേ സുരേഷിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹം പോയിട്ടില്ല.
അല്ലെങ്കിൽ സുരേഷിൻ്റെ മലമ്പുഴയിൽ എന്താണ് സംഭവിച്ചതിനെക്കുറിച്ച് അദ്ദേഹം അറിയില്ല. ഒറ്റപ്പാലത്തെ എന്താണ് അടിയൊഴുക്കുകൾ എന്ന് നമുക്കറിയില്ല. പക്ഷെ അവിടെയൊക്കെ വിജയിക്കുമെന്നൊക്കെ പറയുന്നതും മുഖ്യമന്ത്രി തോറ്റാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നൊക്കെ പറയുന്നത് ഒരു തരം അന്ധതയുടെ ഭാഗമായി സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ ആഗ്രഹമാണ്. ഇപ്പം നമ്മൾ പറയല്ലോ മനപ്പായസം ഉണ്ണുന്നതിനൊന്നും തെറ്റില്ല, പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് വേറെയാണല്ലോ. അപ്പോൾ ഒരു കഥയുണ്ടല്ലോ, ഒരു നമ്പൂതിരി കണ്ട കഥയുണ്ട്. അതായത് അദ്ദേഹം ഗംഭീരമായൊരു ഊണ് കഴിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നു. പെട്ടെന്ന് ഉറക്കം ഞെട്ടുന്ന എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒന്നുമില്ല, വിശന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും കിടന്നുറങ്ങുന്നു. പിന്നീട് അയാൾ കാണുന്നു ഭയങ്കരമായി മൂത്ര വിസർജനം ചെയ്തതായിട്ട് സ്വപ്നം കാണുന്നു. അയാൾ ചാടി എഴുന്നേച്ചപ്പോൾ പായ നിറയെ മലമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ എന്തും സംഭവിക്കാവുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് അബുക്കൊക്കെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇതിൽ പറയാനുള്ളൂ. അല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോടിലെ പല നിയോജക മണ്ഡലങ്ങളും, കോഴിക്കോട് എനിക്കൊന്ന് ബഹുഭൂരിപക്ഷം വരുന്ന നിയോജക മണ്ഡലങ്ങളും UDF-നാണ് എന്ന് അവകാശപ്പെടുന്ന രീതിയിലുള്ള ഒരു സർവേയാണ്. എന്തിനാണ് പറയുന്നത്, ഏലത്തൂർ പോലും. അതെ, ഏലത്തൂരിൽ നമ്മൾ ഈ പറഞ്ഞൊരു സംഭവമാണ്. ഇപ്പൊ നമ്മളത് പറഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് ആളുകൾ അത് VK ശശീന്ദ്രനും AK ശശി, അതെ, ഈ ചിഹ്നവും അതുപോലെ തന്നെ സമാനമായ പേരുമുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയുണ്ട്. കാലങ്ങളായിട്ട് അദ്ദേഹം അവിടെ മത്സരിക്കുന്ന സമയത്ത് ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിച്ചിരുന്ന ഒരാൾക്ക് അയാളുടെ സമയം ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു രീതിയിലുള്ള ഒരു ചർച്ച നമ്മൾ നടത്തിയിരുന്നു. അതിപ്പോൾ വലിയ രീതിയിൽ അട്ടിമറിക്കുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് വിലയിരുത്തപ്പെടുന്നുണ്ട്. പക്ഷെ നാദാപുരം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വിജയസാധ്യത എന്താണ്? നാദാപുരത്ത് വിജയസാധ്യത ഉണ്ട് എന്നല്ല, നാദാപുരത്ത് വിജയിക്കാനുള്ള സാധ്യത കുറവാണെന്ന് CPI എന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അവിടെയാണ് വിഷയം. CPI പിന്നെ പരാജയപ്പെടുന്ന ചില സിറ്റിംഗ് സീറ്റുകളെ കുറിച്ചുള്ള ചില അവലോകനങ്ങളിൽ നാദാപുരത്ത് ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കും. മാത്രമല്ല, കോഴിക്കോട് കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഒറ്റ സീറ്റും ഉണ്ടായിരുന്നില്ല എന്ന് സിവിക്ക് അറിയാലോ. കഴിഞ്ഞ പ്രാവശ്യം മാത്രമല്ല, 2011 ശേഷം. അതാ പറഞ്ഞത്. അപ്പോൾ 20 വർഷത്തിനിടയിൽ അവർ വലിയ തിരിച്ചടികൾ നേരിട്ട ഒരു ജില്ല കൂടിയായിരുന്നു കോഴിക്കോട്. പക്ഷേ കോഴിക്കോടിൻ്റെ രാഷ്ട്രീയത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് CPM ശരിവെക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ തവണത്തെയോ അല്ല അതിന് മുമ്പിലത്തെ തവണയോ പോലെ ആയിരിക്കില്ല ഇത്തവണ. കുറച്ചും കൂടി ചിലപ്പോൾ UDF-നൊക്കെ 1-2 സീറ്റുകളൊക്കെ അധികം കിട്ടാനില്ല. ഞാൻ പറഞ്ഞത് അൻവർക്കയുടെ കണക്ക് പ്രകാരം വയനാടാണോ, വടകര, ഏകദേശം വടകരയിലെ RMP സ്ഥാനാർത്ഥി എന്തായാലും ജയിക്കാനുള്ള സാധ്യത ഉണ്ട്. 12,100 വോട്ടിന് UDF ജയിക്കുന്നതാണ് പറഞ്ഞത്. കുറ്റിയാടിയില് 2,900 വോട്ടുകൾക്ക് ജയിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. നാദാപുരം 1,600 വോട്ടുകൾക്ക് ജയിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. കൊയിലാണ്ടി 4,300 വോട്ട്, അത് LDF ആണ്. പേരാമ്പ്ര LDF-നാണ് കൊടുത്തേക്കുന്നത്. ബാലുശ്ശേരി LDF-നാണ് കൊടുത്തേക്കുന്നത്. ഏലത്തൂര് LDF-ന് തന്നെയാണ് കൊടുത്തേക്കുന്നത്. 21,800 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാകുന്നത് പറയുന്നത്. കോഴിക്കോട് നോർത്ത് LDF-നാണ്. കോഴിക്കോട് സൗത്ത് UDF-ന്. ബേപ്പൂര് LDF-ന്. കുന്നംകുളം LDF-ന്. പിന്നെ കൊടുവള്ളി, തിരുവമ്പാടി UDF-നാണ് കൊടുത്തേക്കുന്നത്. പിന്നെ കൊടുവള്ളിയിലും തിരുവമ്പാടിയിലും മറ്റേ മുസ്ലിം ലീഗ് അല്ല മത്സരിക്കും. അല്ല, മുസ്ലിം ലീഗ് കൊടുവള്ളി എന്ന് പറയുന്നത് നേരത്തെ MK മുനീർ വിജയിച്ച സ്ഥലമാണ്. അതിന് മുന്നേ തിരുവമ്പാടിയിൽ ഇത്തവണ മുസ്ലിം ലീഗ് 2 മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് അല്ലേ? അതെ, മുസ്ലിം ലീഗ് അത് വെച്ച് മാറാൻ വേണ്ടി VS ജോയിക്ക് വേണ്ടി വെച്ച് മാറാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നെങ്കിൽ പോലും തിരുവമ്പാടി അവസാന ഘട്ടത്തിൽ ഞങ്ങൾ തന്നെ മത്സരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ലീഗ് തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു കുറച്ചും കൂടി ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശം കൂടിയാണ്. മുസ്ലിം വോട്ടും ക്രിസ്ത്യൻ വോട്ടും നിർണായകമാകുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഇത്തവണ അവിടെ സ്ഥാനാർത്ഥികൾ മാറുകയാണെങ്കിൽ ചിലപ്പോൾ വിജയസാധ്യത ഉണ്ട് എന്നുള്ള ചർച്ച നടത്തിയിരുന്നെങ്കിൽ പോലും ലീഗ് അത് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ലീഗ് അവിടെ ഇത്തവണ വിജയിച്ച് കയറും എന്നുള്ളത് തന്നെ ആയിരുന്നു. കൊടുവള്ളി ഒറ്റത്തവണ മാത്രമാണ്, കാരാട്ട് റസാക്ക് സ്വന്തം സ്ഥാനാർത്ഥിയെ വന്നപ്പോൾ മാത്രമാണ് മാറിഞ്ഞത്. ഇത്തവണ കഴിഞ്ഞ തവണ പിന്നീട് MK മുനീർ ജയിച്ച സ്ഥലമാണ്. ഇത്തവണയും അവിടെ വേറെ അത്ഭുതങ്ങൾ സംഭവിക്കാല്ല. അല്ല, എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അൻവർക്കയുടെ കയ്യിൽ ഇതേപോലത്തെ ഒരു സർവേ റിപ്പോർട്ട് കിട്ടുന്നു. സർവേ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇദ്ദേഹത്തിന് ഈ നമ്മുടെ മധ്യ കേരളത്തിലെ യഥാർത്ഥ അവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ധാരണയില്ല. കാരണം പത്തനംതിട്ട ജില്ലയിലൊക്കെ 5 സീറ്റുകളും എല്ലാ സീറ്റുകളും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. കോട്ടയത്ത് വൈക്കം ഒഴിച്ച് ബാക്കി 8 സീറ്റുകളും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഇടുക്കിയിലാണെങ്കിൽ 3, അതായത് ഉടുമ്പൻചോല ഒഴിച്ച് ബാക്കി 4 സീറ്റുകളും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കാരണം ഇതൊക്കെ ഒരു കേട്ടറിവ് മാത്രമാണ്. അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ വിളിച്ചു ചോദിക്കും. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണ്ഡലത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആ മണ്ഡലത്തിലെ കോൺഗ്രസ്സുകാരനെ വിളിച്ചാൽ അറിയാൻ പറ്റത്തില്ല.
ആ മണ്ഡലത്തിലെ CPM-കാരനെ വിളിച്ചറിയാൻ പറ്റത്തില്ല, ആ മണ്ഡലത്തിലെ BJP-കാരനെ വിളിച്ച് അറിയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ആ മണ്ഡലത്തിലുള്ള ഏതെങ്കിലും സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളെ ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അധ്യാപകരെ വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സന്യാസ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ പള്ളികളിലുള്ള അച്ഛന്മാരെ വിളിച്ചു കഴിഞ്ഞാൽ, സ്വാമിമാരെ വിളിച്ചു കഴിഞ്ഞാൽ, മുസ്ലിയാർമാരെ വിളിച്ചു കഴിഞ്ഞാലൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടൊരു ധാരണ കിട്ടുക. കാരണം എന്താണ് ആ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു അവസ്ഥ എന്ന്, ജനങ്ങൾ എങ്ങനെ തിങ്ക് ചെയ്യുന്നു എന്നുള്ളത് അവരിൽ നിന്നാണ് നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതല്ലാതെ ഞാനിപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനെ വിളിച്ചു ചോദിച്ചു, കോൺഗ്രസ്സുകാരൻ എന്താ പറയുക, കോൺഗ്രസ് അധികാരത്തിൽ വരത്തുള്ളൂ. LDF-കാരൻ എന്താ പറയുക, LDF അധികാരത്തിൽ വരത്തുള്ളൂ. BJP-കാരൻ എന്താണ് പറയുക, BJP അധികാരത്തിൽ വരുള്ളൂ. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില അഭിപ്രായങ്ങൾ പറയുന്ന ചില പാർട്ടിക്കാരും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അവരെ കൂടി നമ്മൾ സമീപിച്ചാൽ മാത്രമേ ഒരു കൃത്യമായ ഒരു ഫിഗർ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. ഇതിൽ ഈ അൻവർ ഉണ്ടാക്കിയ ഒരു പിന്നെ ഈ ഫലം അല്ലെങ്കിൽ സൂചനകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടി ആഗ്രഹമാണ്. മാത്രമല്ല അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഇനി തുടരണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു റിസൾട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അദ്ദേഹം സ്വപ്നങ്ങളാണ്. തീർച്ചയായും അദ്ദേഹത്തിന് ചിലപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ സീറ്റുകളോടുകൂടി UDF അധികാരത്തിൽ വന്നേക്കാം. പക്ഷേ എങ്കിൽ പോലും അൻവർ പറയുന്നത് ഒരു കണക്കില്ലായ്മയുണ്ട്. പലപ്പോഴും അൻവർ പറഞ്ഞിരിക്കുന്ന പല സംഭവങ്ങളുടെയും റിയാലിറ്റി വേറെയായിരുന്നു നമ്മളറിയാം. ഇപ്പം അദ്ദേഹം CPM-നെതിരെ ആയിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ഈ നിലമ്പൂർ സ്വതന്ത്ര MLA ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ആദ്യം പാർട്ടിക്കെതിരെ നീങ്ങുന്നു, പിന്നീട് സർക്കാരിനെതിരെ നീങ്ങുന്നു, പിന്നെ മുഖ്യമന്ത്രിക്കെതിരെ നീങ്ങുന്നു, പിന്നെ മുഖ്യമന്ത്രി ഓഫീസിനെതിരെ നീങ്ങുന്നു, പിന്നെ പിണറായിസവും മരുമോനിസത്തിനെതിരെയാണ് എൻ്റെ പോരാട്ടം എന്ന് പ്രഖ്യാപിക്കുന്നു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്, ഞാൻ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുന്നു, കേരളത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ അടക്കമുള്ള പല വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളും എനിക്കൊപ്പം നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. CPM-ൽ തന്നെ പല പ്രമുഖ നേതാക്കന്മാരും എനിക്കൊപ്പം വരും എന്നൊക്കെ പറഞ്ഞുള്ള പല കണക്കുകളും തന്നിട്ടുണ്ട്. അദ്ദേഹം സമൂഹത്തിന് മുന്നിലൊക്കെ തന്നിട്ടുണ്ട്. എല്ലാ ദിവസവും 3 പത്രസമ്മേളനമൊക്കെ നടത്തി പല കണക്കുകൾ പ്രചരിപ്പിച്ച ആളാണ്. അതുപോലെ തന്നെ ഈ പിന്നെ കോഴിക്കോട് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് കള്ളക്കടത്ത് നടത്തുന്നവരുടെ ഒരു വലിയ പട്ടിക അദ്ദേഹം തയ്യാറാക്കുന്നു. എന്നിട്ട് അവരെ വീടുകളിലൊക്കെ പോയി തെളിവുകൾ പുറത്തുവിടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറേ തെളിവുകളൊക്കെ പുറത്തുവിടുകയൊക്കെ ചെയ്തു. പക്ഷെ ഒന്നും എവിടെയും ശൂന്യതയിലാണ് ഇതെല്ലാം അഭയം പ്രാപിച്ചതെന്നുള്ള നമ്മളിൽ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ അൻവർ ഉണ്ടാക്കിയ ഈ കണക്ക് വെച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്നെ തെറ്റാണെന്നുള്ളൊരു ബോധമാണ്. നമ്മൾ വെറുതെ സമയം കളയരുത്. അതുകൊണ്ട് അൻവറിൻ്റെ കണക്ക് വെച്ച് നമ്മൾ ചർച്ച ചെയ്യരുത്. പക്ഷേ UDF നേതൃത്വം, അദ്ദേഹത്തെ UDF-ന്റെ ഭാഗമായിരിക്കുന്ന സമയത്ത് അൻവറിന് മാത്രമായി ഒരു കണക്ക് അവതരിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ തെറ്റാണ്. കാരണം അദ്ദേഹം UDF-ന്റെ ഭാഗമായാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. അദ്ദേഹം അസോസിയേറ്റ് മെമ്പറാണ് UDF-ൽ. അതുകൊണ്ട് തന്നെ UDF-ന് അല്ലാത്ത ഒരു കണക്ക് അദ്ദേഹം ഒരു കണക്കുമായി വരുന്നത് തന്നെ ഒരു UDF സംവിധാനത്തോടുള്ള വെല്ലുവിളി കൂടിയാണെന്നുള്ള എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് UDF നേതാക്കളെ നിങ്ങൾ ജാഗ്രതയോടുകൂടി വേണം ഈ അൻവറിനെ കാണാൻ. അൻവർ ജയിച്ചു കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ബാധ്യതയാവും എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ്, ഫലസൂചകമാണ് ഇത് എന്നുള്ളത്. അതുകൊണ്ട് UDF വളരെ ശ്രദ്ധയോടുകൂടി വേണം അമ്പുക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അമ്പുക്കെ ജയിച്ചാൽ മന്ത്രിയാവും, മന്ത്രിയായി കഴിഞ്ഞാൽ വലിയ പുലിപാലും കൂടി ആവും എന്നും കൂടി നിങ്ങൾ തിരിച്ചറിയണം എന്ന് മാത്രമാണ് നമുക്കിതിൽ പറയാനുള്ളത്.